എൻസൈക്ലോമിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ആധാർ കാർഡുമായി ബന്ധപ്പെടുത്തി കേന്ദ്ര സർക്കാരും യൂണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയും കൊണ്ടുവന്നിരിക്കുന്ന ഏറ്റവും പുതിയതും കർശനവുമായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്ന സാഹചര്യത്തിലും വിവിധ സർക്കാർ ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കുന്നതിനും ആധാർ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് സൂക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. ആധാർ ഡേറ്റ സൗജന്യമായിട്ട് പുതുക്കുന്നതിനുള്ള അവസാന തീയതിക്ക് മുമ്പ് 2026 ജൂൺ 14 വരെയായിരുന്നു നിശ്ചയിച്ചിരുന്നത്. എന്നാൽ പൊതുജനങ്ങൾക്ക് ആശ്വാസകരമായിട്ട് ഈ കാലയളവ് ഇപ്പോൾ ഒരു വർഷത്തേക്ക് കൂടി നീട്ടി നൽകിയിരിക്കുകയാണ്. അതായത് 2027 ജൂൺ 14 വരെ ഈ സൗജന്യം നീട്ടി നൽകിയിട്ടുണ്ട്. UIDAI വെബ്സൈറ്റിൽ അപേക്ഷകർക്ക് സ്വന്തമായിട്ട് ലോഗിൻ ചെയ്ത് രേഖകൾ അപ്ലോഡ് ചെയ്ത് മാത്രമാണ് ഈ സൗജന്യം ലഭിക്കുന്നത്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ മറ്റ് ആധാർ സേവാ കേന്ദ്രങ്ങൾ വഴിയോ ആണ് പുതുക്കുന്നത് എങ്കിൽ കൃത്യമായിട്ടുള്ള ഫീസ് നൽകേണ്ടതായിട്ടുണ്ട്. ആധാർ കാർഡ് എടുത്തിട്ട് 10 വർഷം കഴിഞ്ഞിട്ടുള്ള എല്ലാ ആളുകളും നിർബന്ധമായിട്ടും തങ്ങളുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത്തരം അപ്ഡേഷനുകൾ നടക്കുമ്പോൾ ഫോട്ടോയും ബയോമെട്രിക് വിവരവും കൂടി ചേർത്ത് പുതുക്കുന്നതിന് ആധാറിന് സുഗമമായിട്ട് ഉപയോഗിക്കുന്നതിന് സഹായിക്കുന്നതാണ്. നിലവിൽ ഫേസ് ഓതന്റിഫിക്കേഷൻ സാങ്കേതിക വിദ്യ വഴി നിരവധി സേവനങ്ങൾ ലഭ്യമാകുന്നതിനാൽ ആധാറിലെ ഫോട്ടോ പുതുക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ ആധാർ കാർഡിൽ മൊബൈൽ നമ്പർ, ഇമെയിൽ ID അല്ലെങ്കിൽ ഫോട്ടോ എന്നിവയാണ് പുതുക്കേണ്ടത് എങ്കിൽ ഓൺലൈനായിട്ട് ചെയ്യുവാൻ സാധിക്കുന്നതല്ല. ഇതിനായിട്ട് തൊട്ടടുത്തുള്ള ആധാർ എൻറോൾമെന്റ് കേന്ദ്രത്തിൽ നേരിട്ട് സന്ദർശിക്കുക, അല്ലെങ്കിൽ അക്ഷയ CSI കേന്ദ്രങ്ങൾ സന്ദർശിക്കുക. സ്കൂൾ പ്രവേശന പരീക്ഷയിൽ പുതിയ അഡ്മിഷൻ സ്കോളർഷിപ്പുകൾ എന്നിവ ആരംഭിക്കുന്നതിനാൽ രക്ഷകർത്താക്കൾ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. 5 വയസ്സിന് മുൻപെടുത്ത ആധാർ കാർഡുകൾ 5 വയസ്സ് തികയുമ്പോഴേക്കും, 15 വയസ്സിന് മുൻപെടുത്തവ 15 വയസ്സ് പൂർത്തിയാകുമ്പോഴേക്കും നിർബന്ധമായിട്ടും ബയോമെട്രിക് അപ്ഡേഷനുകൾ നടത്തി പുതുക്കേണ്ടതാണ്. കൃത്യസമയത്ത് ഇത് ചെയ്യാതിരുന്നാൽ കുട്ടികളുടെ പഠന സംബന്ധമായിട്ടുള്ള പല കാര്യങ്ങളും സ്കോളർഷിപ്പുകളും തടസ്സം നേരിടുന്നതാണ്. അടുത്ത അറിയിപ്പ്, നിലവിലുള്ള ആധാർ മൊബൈൽ ആപ്ലിക്കേഷൻ സേവനങ്ങൾ UIDAI ഉടൻ തന്നെ നിർത്തലാക്കുകയാണ്. ഇതിന് പകരമായിട്ട് ഉപഭോക്താക്കൾ കൂടുതലും സുരക്ഷിതവും പുതിയ ഫീച്ചറുകളുമുള്ള പുതിയ ഔദ്യോഗിക ആധാർ ആപ്പിലേക്ക് മാറണമെന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ്. അതിനാൽ ഇക്കാര്യങ്ങൾ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ വ്യാജരേഖകൾ വഴിയുള്ള തട്ടിപ്പുകൾ തടയുന്നതിനും ആധാർ സംവിധാനത്തിന്റെ സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനുമായിട്ട് 2016 ചട്ടങ്ങളിൽ കേന്ദ്ര സർക്കാർ സുപ്രധാനപരമായിട്ടുള്ള ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട്. കുട്ടികൾ, മുതിർന്നവർ, പ്രവാസികൾ, ട്രാൻസ്ജെൻഡറുകൾ എന്നിവർക്ക് ആധാർ എടുക്കുന്നതിനും പുതുക്കുന്നതിനും ഇനി മുതൽ പ്രത്യേകം വിഭാഗങ്ങളായിട്ട് തിരിച്ചുകൊണ്ടുള്ള മാനദണ്ഡങ്ങളും രേഖകളുമാണ് നൽകേണ്ടത്. വിവരങ്ങൾ ഓൺലൈനായിട്ട് അതോറിറ്റികൾക്ക് നേരിട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തുവാൻ സാധിക്കുന്ന വിധത്തിലാണ് പുതിയ ക്രമീകരണം നടത്തിയിരിക്കുന്നത്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെന്റിന് കുടുംബാധിഷ്ഠിത സംവിധാനം നിർബന്ധമാക്കിയിട്ടുണ്ട്. മാതാപിതാക്കളെയോ നിയമപരമായിട്ടുള്ള രക്ഷകർത്താക്കളുടെയോ സാധുവായിട്ടുള്ള ആധാർ കാർഡും കുട്ടിയുടെ ജനന തീയതി തെളിയിക്കുവാൻ ജനന സർട്ടിഫിക്കറ്റും ഇതിനായിട്ട് സമർപ്പിക്കേണ്ടതാണ്. കുട്ടികളിലെ ആധാറിലെ വിലാസം കുടുംബനാഥന്റെ ആധാറിലെ വിലാസത്തിന് തുല്യമായിരിക്കണമെന്നും എൻറോൾമെന്റ് സമയത്ത് രക്ഷകർത്താക്കളിൽ ഒരാൾ ബയോമെട്രിക് സ്ഥിരീകരണം നൽകേണ്ടത് നിർബന്ധമാണെന്നും വ്യക്തമാക്കുന്നുണ്ട്. ഭിന്നശേഷിക്കാർ, അഗതി മന്ദിരങ്ങളിലും ശിശു സംരക്ഷണ കേന്ദ്രങ്ങളിലും കഴിയുന്നവർ എന്നിവർക്കായിട്ട് ജില്ലാ സോഷ്യൽ വെൽഫെയർ ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ അംഗീകൃത രേഖയായിട്ട് കണക്കാക്കുന്നതാണ്. കൂടാതെ വിലാസം തെളിയിക്കുവാൻ സ്വന്തമായിട്ട് രേഖകളില്ലാത്തവർക്കായിട്ട് MP മാർ, MLA മാർ, തഹസിൽദാർമാർ, ഗസറ്റർ ഓഫീസർമാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ എന്നിവർ നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ നിശ്ചിത സാഹചര്യങ്ങളിൽ അംഗീകരിക്കുന്നതാണ്. ആധാർ കാർഡിലെ വിവരങ്ങൾ തിരുത്തുന്നതിന് കർശനമായിട്ടുള്ള നിയന്ത്രണം പരിധികൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഒരാൾക്ക് തൻ്റെ ജീവിതത്തിൽ ജനന തീയതിയും ലിംഗവും ഒരു തവണ മാത്രമേ തിരുത്തുവാനായിട്ട് അനുവാദമുള്ളൂ. പേര് മാറ്റുന്നതിന് പരമാവധി 2 തവണ മാത്രമാണ് അനുമതിയുള്ളത്. എന്നാൽ വീട്ടുപേരിലെ മാറ്റങ്ങൾ, താമസ സ്ഥലം മാറുന്നതിനനുസരിച്ച് വിലാസം മാറ്റൽ, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, ഫോട്ടോ, ബയോമെട്രിക് വിവരങ്ങൾ എന്നിവ പുതുക്കുന്നതിന് യാതൊരുവിധ നിയന്ത്രണങ്ങളും പരിധിയും ഏർപ്പെടുത്തിയിട്ടില്ല. നിശ്ചിത പരിധി കഴിഞ്ഞിട്ടും അനിവാര്യമായിട്ടുള്ള കാരണങ്ങളാൽ പേരോ ജനന തീയതിയോ മാറ്റണമെങ്കിൽ അതിനായിട്ട് പ്രത്യേകമായിട്ടുള്ള അനുമതി ആവശ്യമാണ്. അപേക്ഷകൻ മതിയായിട്ടുള്ള തെളിവുകളോടുകൂടി UIDAI റീജിയണൽ ഓഫീസറെയോ അതോടൊപ്പം തന്നെ നേരിട്ടോ ഇമെയിലോ തപാൽ വഴിയോ സമീപിക്കേണ്ടതായിട്ടുണ്ട്. ഉദ്യോഗസ്ഥരുടെ വിശദമായിട്ടുള്ള പരിശോധനയിൽ കാരണം ബോധ്യപ്പെട്ടാൽ മാത്രമേ
തിരുത്തലുകൾക്ക് അനുമതി ലഭിക്കൂ. ആധാർ വിവരങ്ങൾ കൃത്യമായിട്ട് സൂക്ഷിച്ചില്ല എങ്കിൽ കർഷക ആനുകൂല്യങ്ങൾ, PM കിസാൻ ക്ഷേമ പെൻഷനുകൾ, സബ്സിഡികൾ തുടങ്ങിയവ മുടങ്ങുവാൻ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ആധാർ വിവരങ്ങൾ പുതുക്കി കൃത്യതയോടുകൂടി സൂക്ഷിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.